നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ ലോകത്ത് തങ്ങൾ നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞുകൊണ്ട് നിരവധി സ്ത്രീകളാണ് രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. അക്കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി മുന്നോട്ട് വന്ന താരമാണ് മീനു കുര്യൻ. മുകേഷ്, ജയസൂര്യ, മണിയമ്പിള്ള രാജു, ഇടവേള ബാബു എന്നിവരിൽ നിന്നും നേരിടേണ്ടി വന്ന മോശം അനുഭവമാണ് മീനു കുര്യൻ വ്യക്തമാക്കിയത്. ഇക്കൂട്ടത്തിൽ ആദ്യമായി തന്നോട് അപമര്യാദയായി പെരുമാറിയത് ജയസൂര്യാണെന്നാണ് താരം മാധ്യമങ്ങളോട് പറഞ്ഞത്. ആദ്യത്തെ വില്ലൻ ജയസൂര്യാണ്. ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചാണ്. ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയി തിരികെ വരുമ്പോൾ ജയസൂര്യ പുറകിന്ന് കയറി കെട്ടിപ്പിടിച്ചു. തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഒരിക്കലും അത് ശരിയായില്ല. പിന്നെ ഞാൻ പിടിപിടിച്ച് താഴേക്ക് ഓടിപ്പോരുകയാണ് ചെയ്തത്. ജഗതി ശ്രീകുമാർ അടക്കമുള്ള താരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ജഗതി ചേട്ടൻ വളരെ ഡീസൻ്റ് ആണ്. എനിക്ക് പുള്ളിക്കാരൻ്റെ അടുത്ത് കംഫർട്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി പുള്ളിക്കാരനുമായി ഷെയർ ചെയ്താലോ എന്ന്. എൻ്റെ ആദ്യത്തെ സിനിമ ആയതിനാൽ തന്നെ ഇങ്ങനെയൊക്കെയാണ് സിനിമയെന്ന് എനിക്ക് തോന്നിപ്പോയി. അപ്പോഴേക്കും ജയസൂര്യ എൻ്റെ പുറകെ ഓടി വന്നിരുന്നു. എന്നിട്ടും ഞാനൊരു കാര്യം ചോദിക്കും, യെസ് ഓർ നോ എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാൻ എന്തേന്ന് ചോദിച്ചപ്പോൾ എനിക്കിവിടെ തിരുവനന്തപുരത്ത് ഒരു ഫ്ലാറ്റ് ഉണ്ട്, എനിക്ക് മീനുവിനെ ഇൻട്രസ്റ്റ് ആണ്, താല്പര്യമുണ്ടെങ്കിൽ ഫ്ലാറ്റിൽ വെച്ച് കാണാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. ഞാൻ നോ എന്ന് പറഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും അത്തരം ഇടപെടലൊന്നും ഉണ്ടായിട്ടില്ലെന്നും മീനു കുര്യൻ വെളിപ്പെടുത്തുന്നു. എന്നാൽ തുടർന്ന് ജയസൂര്യ തന്റെ അവസരങ്ങൾ നിഷേധിച്ചുവെന്നും മീനു കുര്യൻ വ്യക്തമാക്കുകയാണ്. ആ സംഭവത്തിന് ശേഷം വേറെ 2-3 ചിത്രങ്ങളുടെ സെറ്റിൽ വെച്ച് ജയസൂര്യ കണ്ടിരുന്നെങ്കിലും എന്നെ മൈൻഡ് ചെയ്തിരുന്നില്ല. പിന്നീട് പല സിനിമകളിലും ഞാൻ വേണ്ടേ എന്ന് പുള്ളിക്കാരൻ പറഞ്ഞു. അതായത് അദ്ദേഹം ഇടപെട്ട് തന്റെ അവസരങ്ങൾ നിഷേധിച്ചു. തുടക്കത്തിൽ ഇതൊക്കെ ആരോട് പറയുമെന്ന പേടിയായിരുന്നു. എന്നാൽ ഇത് വളരെയധികം അസഹനീയമായതോടെ മലയാള സിനിമാ മേഖലയിൽ എന്താണ് നടക്കുന്നതെന്ന് പൊതുജനം അറിയണമെന്ന് തീരുമാനിച്ചു. ഇതേ തുടർന്നാണ് 2013 കേരള കൗമുദിക്ക് വിശദമായ ഒരു അഭിമുഖം നൽകുന്നതെന്നും താരം കൂട്ടിച്ചേർക്കുന്നു. ഈ 6 പേർക്കെതിരെയും പോലീസ് പരാതി നൽകും. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണെന്നും എല്ലാവരും അറിയണം. എല്ലാവർക്കും ഇതൊരു പാഠമാകണം. സിനിമാ മേഖലയിൽ മാത്രമല്ല, ഒരു മേഖലയിലും ഇത്തരം കാര്യങ്ങൾ സംഭവിക്കരുത്. ഒരു സ്ത്രീ പരാതി നൽകിയാൽ പണി കിട്ടും എന്ന തിരിച്ചറിവ് എല്ലാവർക്കും വേണമെന്നും മീനു കുര്യൻ വ്യക്തമാക്കി. യുവനടന്മാരിൽ ആദ്യം കേട്ട പേര് ജയസൂര്യയുടെ തന്നെയാണ്. കാരണം അതിന് ശേഷം അല്ലെങ്കിൽ അതിനു മുമ്പ് വന്നത് ഇടവേള ബാബു, മുകേഷ് തുടങ്ങിയ സീനിയർ താരങ്ങളെ കുറിച്ചുള്ള ആരോപണങ്ങൾ മാത്രമായിരുന്നു. ഇപ്പോൾ യുവനടന്മാരിൽ ആകെ ആ പേര് മുന്നിട്ട് നിൽക്കുന്നത് ജയസൂര്യയുടെ മാത്രമാണ്. വിശ്വസിക്കാനാകാതെയാണ് ആരാധകർ. കാരണം സിനിമയിൽ നിന്നും പുറത്തു വരുന്ന ഓരോ ആരോപണങ്ങളും നടുക്കത്തോടെ തന്നെയാണ് ജനങ്ങൾ അത് കേൾക്കുന്നത്. അല്ലെങ്കിൽ മലയാള സിനിമാ ലോകത്തെക്കുറിച്ച് ഇത്രയും മോശമായിട്ടുള്ള ഓരോ ആരോപണങ്ങളും മുന്നോട്ട് വരുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.